നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശേച്ചി എന്ന ഒറ്റ വിളിയിലൂടെ ലോകം തിരിച്ചറിയുന്ന കലാകാരിയാണ് പ്രശസ്ത സിനിമാ പിന്നണി ഗായികയും റേഡിയോ അവതാരികയുമായ ആശാലത. ആശാലതയുടെ മകൻ അശ്വിൻ നാഥിന്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അമ്മ സംഗീതത്തിലേക്ക് പറച്ചിലിന്റെ പല്ലവി ചേർത്ത് അവതരണത്തിന് പുതിയൊരു രാഗവും ഭാവവും നൽകുമ്പോൾ മകൻ അശ്വിൻ നാഥാവട്ടെ സിന്ധിലും ഗിത്താറിലും തന്റെ ശുദ്ധസ്വരം ഇഴചേർത്ത് പോപ്പ് മ്യൂസിക്കിന്റെ പുതിയൊരു ഭാവം ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തന്റെ കൗമാരപ്രായത്തിൽ യേശുദാസിനൊപ്പം പാടിക്കൊണ്ടാണ് ആശാലത സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചത്. ഗാനഗന്ധർവൻ അന്ന് ഈ ഗായികയെ വിശേഷിപ്പിച്ചത് സംഗീത ലോകത്തെ നവവശ്യനാഥം എന്നായിരുന്നു. ഗ്രാമീണ ഗാനങ്ങൾ എന്ന തന്റെ കാസറ്റിന്റെ കവറിൽ യേശുദാസ് തന്നെയാണ് നവവശ്യനാഥം എന്ന് എഴുതി വെക്കാൻ നിർദ്ദേശിച്ചത്. അതിനുശേഷം ചൂളം കുത്തും കാറ്റേ എന്ന പാട്ടിലൂടെ സിനിമാ സംഗീത ലോകത്തേക്ക് കടന്നു വന്ന ആശാലത പിന്നീട് റേഡിയോ പ്രക്ഷേപണ രംഗത്ത് ഒരു മികച്ച ആർജെ എന്ന നിലയിലും പേരെടുത്തു. കഴിഞ്ഞ നൂറ്റാണ്ടായി ആകാശവാണിയിൽ താൻ സ്വന്തമായി നിർമ്മിച്ച് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിലൂടെ ആർക്കും ഭേദിക്കാനാവാത്ത വിജയമാണ് ആശാലത കരസ്ഥമാക്കിയിട്ടുള്ളത്. അമ്മയെപ്പോലെ തന്നെ തന്റെ പ്രതിഭാവിലാസം കൊണ്ട് ഈ ലോകത്ത് തന്റേതായ ഒരിടം സൃഷ്ടിക്കുകയാണ് അശ്വിൻ നാഥും. ഗായകൻ, ഗിത്താറിസ്റ്റ്, സിന്ധു പ്ലെയർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അശ്വിൻ. ഒരു ഗായകൻ എന്നതിലുപരി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് പ്രൊഡ്യൂസർ കൂടിയാണ് അശ്വിൻ. തന്റെ ദ ഡെർലിക്സ് എന്ന മ്യൂസിക് ബാൻഡിലൂടെ സംഗീത ലോകത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്തി കഴിഞ്ഞു ഈ പ്രതിഭ. ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിലല്ലാതെ ഗിത്താറും സിന്ധും തനിയെ പഠിച്ചു. പോപ്പ് ഡിസ്കോ സംഗീതത്തെക്കുറിച്ച് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി. അതിനുശേഷം തകര എന്ന പ്രശസ്ത മ്യൂസിക് ബാൻഡിലൂടെ സംഗീത രംഗത്തേക്ക് കടന്നു വന്നു. അധികം താമസിയാതെ കൊച്ചിയിൽ നിന്നുള്ള ഡിസ്കോ പോപ്പ് ബാൻഡ് ദ ഡെർലിക്സ് എന്ന മ്യൂസിക് ബാൻഡിനും ആരംഭമിട്ടു. ിൽ ഹാപ്പി സാഡ് എന്ന പ്രശസ്ത സംഗീത ആൽബം പുറത്തിറക്കി. അതിനുശേഷം ജെന്നിഫർ എന്ന ആൽബവും പ്രശസ്തി നേടി. യുവാക്കൾ സോഷ്യൽ മീഡിയയുടെ മായാവലയത്തിൽപ്പെട്ട് വ്യാജ വ്യക്തിത്വങ്ങളിൽ ആകൃഷ്ടരായി യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകുന്നതാണ് ജെന്നിഫർ എന്ന ആൽബത്തിന്റെ പ്രചോദനം. Plenty of ways to play the capacity.
ഇന്ന് മെട്രോ നഗരമായ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലും വിദേശങ്ങളിലും അശ്വിന്റെ ബാൻഡ് പ്രശസ്തമാണ്. അമ്മയെപ്പോലെ തന്നെ തന്റെ പ്രതിഭാവിലാസം കൊണ്ട് ഈ ലോകത്ത് സ്വന്തമായി ഇടം കണ്ടെത്തി കഴിഞ്ഞു അശ്വിൻ നായർ. ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ ഈ ചെറുപ്പക്കാരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.